മുട്ടിന് തേയ്മാനം, കഠിനമായ വേദന, ശസ്ത്രക്രിയ അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ? വാഹനം തുടർച്ചയായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ടയർ തേഞ്ഞു പോകുന്ന അതേ അവസ്ഥയാണ് മനുഷ്യരുടെ ശരീരത്തിലെ എല്ലുകളുടേതും. എല്ലുകൾക്കും കാൽമുട്ടുകൾക്കും ഉണ്ടാകുന്ന തേയ്മാനം ഇന്ന് വളരെ സാധാരണമായി കേൾക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. എന്നാൽ 1-2 ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതല്ല ഈ പ്രക്രിയ. മുട്ടിന്റെ തേയ്മാനം തുടക്കത്തിലെ കണ്ടെത്തുന്നത് ഫലപ്രദമായ ചികിത്സയിലൂടെ വേദന കുറയ്ക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കും. നമ്മുടെ കാൽമുട്ടി എന്ന് പറയുന്നത് 4 ജോയിന്റുകൾ കൂടിച്ചേരുന്നതാണ്. പ്രധാനമായും 3 കമ്പാർട്ട്മെന്റുകളാണ് മുട്ടിനുള്ളത്. തരുണാസ്ഥി അഥവാ കാർട്ടിലേജ് ആണ് നടക്കുമ്പോൾ അസ്ഥികൾക്ക് ഫ്രിക്ഷൻ ഉണ്ടാകാതെ സഹായിക്കുന്നത്. എന്നാൽ കാലക്രമേണ ഇവ തേഞ്ഞു പോകുന്ന അവസ്ഥയാണ് മുട്ടിലെ തേയ്മാനം. പ്രധാനമായും 5 ഘട്ടങ്ങളിലാണ് മുട്ട് തേയ്മാനം സംഭവിക്കുന്നത്. ഓരോ ഘട്ടങ്ങൾ കഴിയുന്തോറും ലക്ഷണങ്ങളും പുരോഗമിക്കും. ഇതിന് ചികിത്സ പ്രധാനമായും 4 ഘട്ടങ്ങളിലാണ് നടത്തുന്നത്. A, B, C, D എന്നിങ്ങനെ ചികിത്സയുടെ ഘട്ടങ്ങളെ തരംതിരിക്കാം. 5 ഘട്ടങ്ങളും ലക്ഷണങ്ങളും ചികിത്സയും. ആദ്യ 1-2 ഘട്ടങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെങ്കിലും ദൈനംദിന ജോലികൾ ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടും. ഉദാഹരണം, സ്റ്റെപ്പ് കയറുമ്പോൾ ബുദ്ധിമുട്ടില്ല, ഇറങ്ങുമ്പോൾ വേദന തോന്നാം, കുറച്ചു നേരം ഇരുന്ന ശേഷം എഴുന്നേക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ ഘട്ടത്തിൽ AB ചികിത്സാ രീതികൾ സഹായകരമായിരിക്കും. ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളും സപ്ലിമെന്റുകളുമാണ് ചികിത്സയുടെ ആദ്യഘട്ടം. 2ാം ഘട്ടം ജീവിതശൈലി മാറ്റമാണ്. അമിതവണ്ണം മുട്ടുവേദനയ്ക്ക് ഒരു പ്രധാന ഘടകമാണ്. ചിലർക്ക് അമിതവണ്ണം കുറച്ചാൽ തന്നെ തേയ്മാനവും വേദനയും ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. മുട്ടുവേദന 3-4 ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ 100 മീറ്റർ നടക്കുമ്പോൾ തന്നെ വേദന അനുഭവപ്പെടാം. ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുകൾ നേരിടുക. ഈ ഘട്ടത്തിൽ ഫിസിയോതെറാപ്പി ചികിത്സ വേദന കുറയ്ക്കാൻ സഹായകരമായിരിക്കും. ഫിസിയോതെറാപ്പിയിലൂടെ മുട്ടിന് ചുറ്റുമുള്ള മസിലുകൾ ബലപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. മുട്ട് തേയ്മാനത്തിന്റെ 5ാം ഘട്ടം എന്നാൽ കാലുകൾ വളഞ്ഞു തുടങ്ങുന്നതാണ്. അതിവേദന തുടർച്ചയായി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് തേയ്മാനത്തിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ഘട്ടമാണ്. ഈ സാഹചര്യത്തിൽ 2 തരത്തിലുള്ള ചികിത്സകളാണ് പ്രധാനമായും ചെയ്യുന്നത്. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിൻ. എന്താണ് റീജനറേറ്റീവ് മെഡിസിൻ? മുട്ട് തേയ്മാനത്തിൽ ഏറ്റവും മികച്ച ചികിത്സാ രീതിയാണിത്. നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു റീജനറേറ്റീവ് കഴിവുണ്ട്. എന്നാൽ പ്രായമാകും തോറും ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളിലേക്ക് ഈ റീജനറേറ്റീവ് കഴിവും ചുരുങ്ങും. രക്തത്തിലടങ്ങിയ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് ശരീരത്തെ ഹീലാക്കാൻ സഹായിക്കുന്നത്. ഇതിന് പാർശ്വഫലങ്ങൾ അപൂർവമായിരിക്കും. നശിച്ചുപോയ ഒരു ഭാഗത്തെ മാറ്റിവെക്കുന്നതിന് പകരം എങ്ങനെ റീജനറേറ്റ് ചെയ്യാമെന്നതിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുട്ടുവേദനയ്ക്ക് 3 റീജനറേറ്റീവ് ചികിത്സകളാണ് ചെയ്യുന്നത്. PRP ചികിത്സ, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. രോഗിയുടെ തന്നെ രക്തം ശേഖരിച്ച് അതിൽ നിന്ന് ഗ്രോത്ത് ഫാക്ടേഴ്സ് വേർതിരിച്ചെടുത്ത് മുട്ടിലേക്ക് നേരിട്ട് കുത്തിവെക്കുന്ന രീതിയാണിത്. ആശുപത്രിയിൽ വന്ന് വെറും 45 മിനിറ്റിൽ ചെയ്ത് വീട്ടിൽ പോകാവുന്ന ഒരു ചികിത്സയാണ് PRP ചികിത്സ. പാർശ്വഫലങ്ങൾ ഇല്ല എന്നതാണ് ഈ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒറ്റ ഇഞ്ചക്ഷനിൽ തന്നെ 90% മുട്ടുവേദനയും കുറയാറുണ്ട്. വളരെ അപൂർവമായാണ് 2 തവണ കുത്തിവെപ്പ് വേണ്ടിവരുന്നത്. എന്നാൽ PRP ചെയ്യുമ്പോൾ വേദന സംഹാരികൾ കഴിക്കാൻ പാടില്ല. അത്തരം സാഹചര്യം വരുമ്പോൾ സ്വയം ചികിത്സ നടത്താതെ ഡോക്ടറെ നേരിൽ കണ്ട് പരിഹാരം തേടേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചിലയിടങ്ങളിൽ അശാസ്ത്രീയമായ PRP ചെയ്യുന്നത് അണുബാധയ്ക്കും ആരോഗ്യ സങ്കീർണതകൾക്കും കാരണമാകും. ഇതിലൂടെ കാൽമുട്ട് ശസ്ത്രക്രിയ എന്ന പ്രക്രിയ കൂടുതൽ തള്ളി നീക്കാനും സാധിക്കും. ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും. നമ്മുടെ സാധാരണ മുട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ സാധിക്കും. ബോൺ മാരോ സ്റ്റെം സെൽ തെറാപ്പി. എല്ലിൽ നിന്ന് ബോൺ മാരോ എടുത്ത ശേഷം അതിൽ നിന്ന് സ്റ്റെം സെൽ വേർതിരിച്ചെടുത്ത് PRP ചികിത്സയ്ക്ക് സമാനമായ രീതിയിൽ മുട്ടിലേക്ക് നേരിട്ട് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റെം സെല്ലിൽ നിന്നാണ് ശരീരത്തിലെ എല്ലാ കോശങ്ങളും വളരുന്നത്. മുട്ട് തേയ്മാനത്തിന്റെ 5ാമത്തെ ഘട്ടത്തിലും ഇത് മികച്ചതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അഡിപ്പോസ് ടിഷ്യൂ തെറാപ്പി. ശരീരത്തിലെ കൊഴുപ്പ് കോശങ്ങൾ ഉപയോഗിച്ച് ചികിത്സ നൽകുന്ന രീതിയാണിത്. ഇതിൽ അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കോശങ്ങളെയും വളർച്ചാ ഘടകങ്ങളെയും മുട്ടിൽ നേരിട്ട് കുത്തിവെച്ച് ചികിത്സ നടത്തുന്നതാണ് ഈ രീതി. മുട്ടുതേയ്മാനം സംഭവിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ. ആദ്യമേ ശസ്ത്രക്രിയ എന്ന പരിഹാരത്തിലേക്ക് എടുത്തു ചാടുന്നതിലും നല്ലത് റീജനറേറ്റീവ് ചികിത്സ ശ്രമിക്കുന്നതായിരിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ശസ്ത്രക്രിയയല്ലാതെ മറ്റു വഴികൾ ഇല്ലാതെയും വരാം.